ഹായ് ഫ്രണ്ട്സ്, നീല ടാർപോയും ചന്ദനത്തിരിയും വെച്ചിട്ടൊരു കിടില സാധനം നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിതാ ഇതുപോലുള്ള ടാർപ്പോ കാണുമല്ലേ, വിറകൊക്കെ മൂടി വയ്ക്കാനും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ മൂടി വയ്ക്കാനും മഴവെള്ളം നനയാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ടാർപ്പോയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ടാർപ്പോ ഉണ്ടെങ്കിൽ എടുത്തോ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ദേ ഞാൻ ടാർപ്പോ കൊണ്ടുണ്ടാക്കിയ കുറച്ച് പൂക്കളാണ് കേട്ടോ ദാ ഇതിൻ്റെ മുകളിലിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് ടാർപ്പോ എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറിലുള്ള ടാർപ്പോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്ര വലുപ്പത്തിലുള്ള ഒരു പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം നമുക്കിതാ ഇതിനെ ഈ ഒരു ഷേപ്പിലൊന്ന് മടക്കിയെടുക്കണം. ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് ദാ ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മടക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ നീറ്റിന് പിടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവറിൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ദേ ഈ ഒരു ഷേപ്പാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൂവിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡും കൂടെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂവിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദേ ഈ ഒരു ഷേപ്പിലുള്ള പൂവാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഇതളുകളും പിടിച്ചതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ, ചന്ദനത്തിരി ഒന്ന് കത്തിച്ചതിന് ശേഷം ഈ ടാർപ്പോയുടെ ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം. ടാർപ്പോ എന്നൊക്കെ പറയുന്ന സാധനം തീ വീണാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമാണല്ലോ, അതുകൊണ്ട് നമുക്ക് തീ വെച്ചിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ചന്ദനത്തിരി ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിൽ ചൂട് കൊടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ചന്ദനത്തിരി എടുത്തേക്കുന്നത്. അതിനുശേഷം എന്താ ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ അടിഭാഗത്ത് ഒന്ന് ചൂട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നിവർത്തിയെടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. പൂ ഒന്ന് ഇതിൻ്റെ ഒരു കൂടിയിരിക്കുന്ന ഒരു ഇതൾ പോലെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇതളുകളും ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ചൂട് വെച്ച് കൊടുക്കരുത് കേട്ടോ, പെട്ടെന്ന് ഇതിനകത്ത് ഓട്ട വീണ് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ ചെറിയ ചൂട് കൊടുത്താൽ മതി. അപ്പോൾ ചന്ദനത്തിരി പതിയെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇതളുകളും ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ ഇതളുകളിലും ചൂട് കൊടുത്തെടുക്കുമ്പോൾ നമുക്കതാ ഇതുപോലെ കിട്ടും കേട്ടോ. അതാ ഇങ്ങനെ ഒന്ന് കൂടിയ ഒരു പൂ പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ടാർപ്പോയിലെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇത് കണ്ട ടാർപ്പോ കൊണ്ട് ഉണ്ടാക്കിയാണെന്നൊന്നും പറയത്തില്ല അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയും ഉണ്ടായിരുന്നേ ഉണ്ടാക്കിയെടുത്തപ്പോൾ. അതിനുശേഷം നമ്മൾ പൂ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കമ്പിയിൽ കുറച്ച് ഗ്രീൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മൊണാക്കോ ബിസ്ക്കറ്റിൻ്റെ കവറാണ് കേട്ടോ. ഈ ബിസ്ക്കറ്റിൻ്റെ കവർ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നല്ലൊരു യെല്ലോ കളറിലുള്ള ബിസ്ക്കറ്റിൻ്റെ കവറാണ്. അപ്പോൾ നല്ല ബിസ്ക്കറ്റുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മിഡിൽ ഭാഗത്തായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ യെല്ലോ കളർ കവർ നമ്മൾ ചൂസ് ചെയ്തത്. അതിനുശേഷം അതിൽ നിന്നൊരു ചെറിയ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
യെല്ലോയും ബ്ലൂവും കളർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ യെല്ലോ തന്നെ എടുക്കാൻ കാരണം. അപ്പോൾ നമുക്ക് ഈ ചെറിയ പീസൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് കുനുകുനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതേ ബിസ്ക്കറ്റിൻ്റെ കവർ ഇങ്ങനെ കുഞ്ഞു നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ ഇത് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി ഗ്രീൻ ടേപ്പ് ചുറ്റി വെച്ചിരുന്നില്ലേ, അതിലിതാ ഇതുപോലെ ചുറ്റി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. മഞ്ഞ നിറം അകത്ത് വരുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ചുറ്റിയെടുക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ ഈ മഞ്ഞ ഷെയ്ഡ് നമുക്ക് പൂവിൻ്റെ അകത്ത് വെക്കുമ്പോൾ ഉള്ളിലേക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ഇതളുകളൊക്കെ നമുക്കൊന്ന് വിടർത്തി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മെഷീൻ നൂൽ ഉപയോഗിച്ചിട്ട് ടൈറ്റായിട്ടൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം വിരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ 2 ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു പൂവ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരു പൂവ് ഈ കമ്പിയിലൂടെ കോർത്തെടുത്തു. അതിനുശേഷം രണ്ടാമത്തെ പൂവും ഇതുപോലെ തന്നെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതവിടെ നല്ല പോലെ ഇരുന്നോളും. വേറെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കെട്ടിക്കൊടുക്കുകയോ പശ വെച്ച് കൊടുക്കുകയോ ഒന്നും വേണ്ട. ഇവിടെ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പൂവ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ടാർപ്പോ പൂവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്ന് പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, അകത്ത് ഈ യെല്ലോ കളറും കൂടെ വരുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൂക്കളും കൂടി നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 4 പൂക്കളാണ് കേട്ടോ ആ ഒരു മുറി ടാർപ്പോ കൊണ്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്തൊരു ഭംഗിയാണല്ലേ നമ്മുടെ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ നിന്നൊക്കെ ചെറിയൊരു കഷ്ണം ടാർപ്പോയുടെ പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പറായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലീഫോ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചുമ്മാ ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്